ഡാലിയമ്മൂമ്മയുടെ പുഴ. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിലെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്നു ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഇന്നാ ഇത് വെച്ചോ. പോകും വഴി മരണസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലിയമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ. അയ്യോ പാവം ഡാലിയമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്തേക്ക് കൊണ്ടുപോയി കിടത്തി. തണുത്തു വിറയ്ക്കുന്നുണ്ട്. നിനക്ക് തന്തയും തള്ളയൊന്നുമില്ലേ? നോക്കാതെയും പാക്കാതെ ഇറങ്ങി നടന്നോളും. അവൻ ദയനീയമായി ഡാലിയമ്മൂമ്മേനെ നോക്കി. ചുരുണ്ടുകിടന്ന അവൻ്റെ പൂ പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി. ഉടന്ന് പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന് എലീനെങ്ങാനും പിടിച്ച് തിന്നുകൊണ്ട് അടങ്ങി കിടന്നോളണം കേട്ടാ. കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാവും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലിയമ്മൂമ്മ പറഞ്ഞു, എനിക്ക് ഉറക്കം വരണേ, നീ എവിടെയെങ്കിലും പോ. ഡാലിയമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല. ചുറ്റിപ്പിടഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി. പാവം തള്ളയില്ല പിള്ള. ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്ററെങ്കിലും അകലെയായിരുന്നു. പിച്ച വെച്ച് നടന്നു തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം. പൊന്മുടിക്കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തിയിറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി. സംസാരിച്ചു തുടങ്ങിയത് മുതൽ ഡാലി പുഴയോട് വർത്താനം പറഞ്ഞു. ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു. അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി. പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ. മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത്. പുഴ നടന്ന് മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി. പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻവില നൽകിയും നാട് കടത്തി. ഒടുവിൽ ഡാലിയമ്മൂമ്മ മാത്രമായി. ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു. ക്രമേണ നിരാലംബരായ 2 വൃദ്ധവിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവച്ചു. എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു. കിളവി, വയസ്സാകാലത്ത് ഇവിടെ കിടന്ന് തണുത്തു വിറച്ച് ചാവാതെ നെടുവങ്കാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കും. അവന്മാരോട് ഡാലി മറുപടിയൊന്നും പറഞ്ഞില്ല. 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും. പുഴ എങ്ങനെ പെരുമാറും എന്നറിഞ്ഞുകൂടാ. പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മേനെയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേയിലവെള്ളം ഇടട്ടെ മോനെ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് പുഴയും ഞാനും കൂടെ സംസാരിച്ച് തീരുമാനിച്ചയാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുത്താൽ ചിലപ്പം ശിക്ഷ ഇളവ് ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ്. അതങ്ങനെ പല നാടുകളും ചുറ്റണയല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാരും പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ടും നിന്നെ കണ്ടിട്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഉടവല മീൻ കിട്ടും. പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. തടി പാലം പോലെ വളരും. ആരുമില്ലാത്ത ഈ തുരുത്തിൽ ഇനി ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ്. ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. മുറ്റത്തെ കല്ലടുപ്പിൽ ചൂടാക്കിയ തേയിലവെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കലക്ടർക്ക് കൊടുത്തു. അയാൾ കുടിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാലിയമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം. ചായ കൊള്ളാമോണ കൊച്ചേ? നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു. ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബും ഉണ്ടാക്കിത്തരാം. വരണം. വരൂല. വയസ്സായ നിന്നെ ഉണപ്പിറന്നോളം ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോകുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. എതിർക്കാനുള്ള ശരീരബലമൊന്നും ഡാലിയമ്മൂമ്മയ്ക്കില്ലായിരുന്നു. അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുപോയി. 6 നടുക്കെത്തിയപ്പോൾ അവസാന തുണയിൽ നഷ്ടപ്പെട്ട പുഴ അപാരമായ ഒന്ന്
നിലവിളിച്ചു. ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. 13-ാം നിലയിലെ ഗില്ലി എന്നു പേരിട്ട അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പക്കാലത്ത് അത് ഡാലിയെ തേടിയിറങ്ങി. നഗരത്തിലെ മുടക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, "ഡാലി, ഡാലി!" തകർത്താടിയ മഴയിൽ പ്രാന്തു പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗര ഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ലാറ്റിൻ്റെ പുറത്തു വന്ന് മുട്ടിവിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിൻ്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിത്തിരിച്ചു. "നിനക്കെന്താടി താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ? എന്തു പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്?" പുഴ ചോദിച്ചു. "പോടി!" ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. നരോദയ പാട്ടിയിൽ നിന്നുള്ള ബസ് ഭീഷണിയിലാണ്.